നിനക്കറിയാം ഖാലിദ് റഹ്മാനെ? എനിക്കറിയായിരുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ അത് തന്നെ അതേപോലെ ഗെയിം ചേഞ്ചർ ആവുള്ള സിനിമ അല്ല, മലയാള ഇൻഡസ്ട്രിയുടെ തലതിരിച്ച് വെക്കാനുള്ള സിനിമ നല്ലത് ആയിട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടു മനസ്സിലായില്ലേ? മലയാള സിനിമ അപ്പൊ 2 ആഴ്ച മുന്നേ സോഷ്യൽ മീഡിയ എവിടെ തുറന്നാലും ഇത് ഈ അവസ്ഥയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച ഇല്ലേ എവിടെ നോക്കിയാലും മമ്മൂട്ടി ഇങ്ങനെ 2 പടം ഇങ്ങനെ കത്തിക്കേറി നിൽക്കുകയാണ്. ഇന്നലെ ഒരു ടീം വന്നു, സോഷ്യൽ മീഡിയ ഫുൾ ഇത് സീൻ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സീൻ മാറ്റി. ഒരു സെൻസേഷനൊക്കെ ഉണ്ടാക്കി ഒരു പടം വരിക എന്ന് വെച്ചാലേ, അപ്പൊ ആ പടത്തിന്റെ ഒരു ഇമ്പാക്റ്റ് അതാണ് എനിക്ക് മഞ്ഞുമല ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാധനം. മഞ്ഞുമല കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറ്റുന്നതെന്ന് വെച്ചാൽ 2 പടം ഇങ്ങനെ ബ്ലോക്ക് ബസ്റ്ററിൽ നിൽക്കുമ്പോൾ പുതിയൊരു പടം വരികയാണ്. അപ്പോൾ അതൊരു എബോവ് ആവറേജ് റെസ്പോൺസ് കിട്ടിയാൽ പോലും അത് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എക്സ്ട്രാ ഓർഡിനറി ഒരു സംഭവം ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ കൂടെ ആ ഒരു ട്രെൻഡ് മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തുള്ളൂ. എവിടെ നോക്കിയാലും മഞ്ഞുമൽ ബോയ്സ് ആണ്. മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ പടം തുടങ്ങിയപ്പോൾ തന്നെ മറ്റേ രോമാഞ്ചത്തിൽ ഗപ്പി പ്രൊഡക്ഷൻസിൻ്റെ ഒരു സാധനം കാണിച്ചപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു എന്താ നൊസ്റ്റു സാധനം. അതുപോലെ ഇതിനകത്ത് പറവ പ്രൊഡക്ഷൻസിൻ്റെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് തന്നെ നമുക്ക് അപ്പം തന്നെ എന്തോ വലിയൊരു ഫീല് നമുക്ക് കണക്റ്റ് ആയി പടം. എല്ലാവരും ഈ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഒരു സർവൈവൽ ത്രില്ലറാണ്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, എല്ലാ റിവ്യൂസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാണ്. പക്ഷേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഫാസിനേറ്റ് ചെയ്യിപ്പിച്ചത് ആ സിനിമ എങ്ങനെയാണ്ടിരിക്കുക, അത്രയും കഷ്ടതയിൽ മേക്ക് ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് റിയലി. അപ്പം ഒരു അടിപൊളി ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് എന്താണ് മഞ്ഞുമൽ ബോയ്സ്. പിന്നെ അത് മാത്രമല്ല, ഇവർ പറഞ്ഞ അതിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ മലയും ആ ഒരു വിഷ്വലി നമുക്കൊരു ഡെപ്ത് കിട്ടുന്നുണ്ട്, ഡെപ്ത് ഒരു ഫീൽ കിട്ടുന്നുണ്ട്, നമുക്കൊരു ഭീകരതയും നല്ലപോലെ കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ വെച്ചാൽ എൻ്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, വവ്വാല് പറയുന്ന കറക്റ്റ് ഒരു നല്ല തിയേറ്റർ. പിന്നെ ആ കേവിലോട്ട് വെള്ളം ഒഴുകി പോകുന്ന സീൻസൊക്കെ പ്രത്യേകം എനിക്ക് സ്പീക്കറിനൊക്കെ പ്രത്യേകം എടുത്ത് കേൾക്കായിരുന്നു. അതൊക്കെ അത്യാവശ്യം സൗണ്ട് മിക്സിങ് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിൻ്റെ ഒരു മെയിൻ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പടം എന്താണോ ആ സാധനം, വേറെ ഒന്നുമില്ല. പടം ഫസ്റ്റ് ഹാഫിൽ തന്നെ പടം എന്താണോ ആ സംഭവത്തിലേക്ക് നമ്മൾ അവരോട് അങ്ങ് പോവാണ്. പിന്നെ നമ്മളിന്നൊന്നും ആലോചിക്കുന്നില്ല. ഇപ്പൊ ഇതും ഒരു സർവൈവൽ ത്രില്ലറായിട്ട് കാണുകയും മറ്റേ മലയും കുഞ്ഞിനകത്തൊക്കെ ഒരു മണിക്കൂറിന് മേളിൽ ഈ മണ്ണിനടി കിടക്കുന്ന സീൻ തന്നെ ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി കുറെ സാധനം അങ്ങനെ ഒന്നും ഇതിനകത്തില്ല. സിമ്പിളായിട്ട് ആ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന സാധനം കാണിക്കുമ്പോൾ തന്നെ കുറേ സിനിമയിൽ കാണിക്കുന്നതാണ്. അവിടെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാക്കുക, ഇവരുടെ പാർട്ടി തന്നെ ആ കൊടൈക്കനാൽ മൊത്തം കണ്ട ഫീല്. പിന്നെ ചെന്ന് സംഭവം എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഫുൾ ഇങ്ങനെ എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു സാധനം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ട്രിപ്പ് പോകാത്തവരെ എന്തായാലും കാണത്തില്ല. അവർക്ക് പോകാത്തവർക്ക് ഉറപ്പായിട്ട് സിനിമ കണക്റ്റഡ് ആവും, എന്തായാലും കണക്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ ആ പോയിട്ടുള്ള നമ്മൾ വഴിയുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഛർദിലും ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് കാണിക്കുന്ന അലമ്പുകളും ഇതൊക്കെയാണ് സിനിമയിൽ ഉടനീളം ഫസ്റ്റ് ഹാഫ് ഒക്കെ പറഞ്ഞു പോകുന്നത്. തുടക്കം തന്നെ ഒരു മറ്റേ സാധനം തുടങ്ങുന്നുണ്ട്. എല്ലാവരും ഞാൻ ഇന്നലെ പടം കണ്ടപ്പോൾ കമലഹാസന്റെ പുണ്യതമാണെന്ന് പറഞ്ഞു തുടങ്ങുന്നില്ലേ, കോട്ട് വല്ലതും ആണോ പടത്തിലെന്ന് പറഞ്ഞിട്ട് മറ്റേ ഗുൽമോഹർ ടീമൊക്കെ ചിദംബരത്തിന് മുമ്പത്തെ പടമില്ലേ ജാനമനകത്ത് മറ്റേ എക്സ്ജാനയുടെ പാട്ട്, ഇതിനകത്ത് എക്സ്ജാനയുടെ പാട്ട്. മിക്ക സിനിമകളിലും ലൈവ് പഴയ പാട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഒരു. ഏറ്റവും അവസാനം പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയി. അവസാനത്തെ റെസ്ക്യൂ സീനും ആ പാട്ടും കൂടെ വന്നത് ബ്ലെൻഡഡ് അടിപൊളിയായി പോയി. ഭയങ്കര ഇഷ്ടപ്പെട്ട അവസാനത്തെ കഥ പറയുന്നില്ല, ആ ഒരു സീൻ വരെ ഒന്നും മനസ്സിലാക്കണ്ട. സ്പോയിലറൊന്നും അല്ലല്ലോ. സിനിമ തീരുന്നതിന് മുമ്പായിട്ട് ഒരു സംഭവം ഉണ്ട്, സർവൈവലായിട്ട് ബന്ധപ്പെട്ടല്ലാത്ത ലൈക്ക് സൗമ്യനായിട്ടുള്ള കുറെ ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. അതൊന്ന് നമ്മളും ഇമോഷണൽ അവരെ കൂടെ തന്നെ. തുടക്കത്തിൽ തന്നെ സിനിമയിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ല നമുക്ക് അറിയാവുന്നവരാണെങ്കിൽ പോലും അവരെ ഒന്നുകൂടി സ്ക്രീൻ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഫ്രഷ്നെസ് സാധനം. ആ ഒരു ഗ്യാങ്ങിനെ കണ്ടപ്പം ആ ഒരു കല്യാണ സീനിലെ ആ ഒരു സീൻ തന്നെ നമുക്കൊരു ഒരു വൈബായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് പറയാനുള്ള പിന്നെ സലീം കുമാറിൻ്റെ മകൻ, പുള്ളിയാണ് ഇതിൽ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്തൊരു മുഖം വന്നു. അത് നല്ല എല്ലാവരും നമുക്ക് തിയേറ്ററിൽ പല പ്രാവശ്യം ചോദിക്കുന്നത് സലീം കുമാർ അല്ലേ, സലീം കുമാറിന്റെ പല ബോഡി മാനേഴ്സ് വരുമ്പോഴത്തേക്കും കുറെ പേര് പറഞ്ഞു കേട്ടി തിയേറ്ററിൽ ഇരുന്ന് സലീം കുമാർ തന്നെയാണ്. ഓക്കെ, അത് പിന്നെ മറ്റേ ബാസി ഇന്റർവ്യൂലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ മച്ചാൻ സെറ്റപ്പില് ഡാൻസ് ഒക്കെ കളിച്ച് വൈബ് പിടിച്ചു. പിന്നെ സൗബിൻ രോമാഞ്ചൻ സെറ്റപ്പ്. അപ്പൊ ആ ഒരു ഗ്യാങ് തന്നെ. ഒരാളെ മറന്നുപോയി, ഖാലിദ് റഹ്മാനോടാ. ആർക്കും അറിയാത്ത ഖാലിദ് റഹ്മാൻ. നിനക്ക് മുമ്പ് അറിയായിരുന്നു ഖാലിദ് റഹ്മാൻ? നമ്മള് ക്യാമറയുടെ ഫ്രണ്ട്സ് സ്ക്രീനിൽ കണ്ടിട്ടില്ലല്ലോ, പേര് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ക്യാമറ ബാക്കിൽ പുള്ളി താടി വെച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പുള്ളി താടി ഇല്ലാതെ
ഖാലിദ് റഹ്മാൻ താടി ഉണ്ടായിരുന്നു. ചെറുതാടി ഉണ്ടായിരുന്നു. താടി അത് താടി എന്ന് പറയാൻ നിനക്കറിയാം ഖാലിദ് റഹ്മാനെ? എനിക്കറിയായിരുന്നു. അയാളെ ഫേമസ് ആടാ. ഫേമസ് ആണ്, പുള്ളിയുടെ പേര് ഫേമസ് ആണ്, പക്ഷെ പുള്ളിയുടെ ഇമേജ് ആണ് ആൾക്കാരുടെ മനസ്സിലാത്തത്. ലാൽ ജൂനിയർ പുള്ളിയും പെട്ടെന്ന് ആരും കിട്ടത്തില്ല. പുള്ളിയും ഭയങ്കര താടി make over പഠിച്ചാൽ ലാണ്. അയാളെ അറിയാൻ പറ്റാതിരുന്നു. എനിക്ക് അയാളെ മനസ്സിലായില്ല, അയാളെ എക്സ്പ്ലോർ ചെയ്തോണ്ടായിരിക്കും. എനിക്ക് നമ്മള് പിന്നെ ഭയങ്കര ഡീറ്റെയിൽ റിവ്യൂ ഒന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഈ കാസ്റ്റ് ഒക്കെ പറഞ്ഞ് റിവ്യൂ ചെയ്യുന്നവര് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. എല്ലാരും മുഖം കൂടി ഇനി പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ആർട്ട്. എവിടൊക്കെയാണ് ആർട്ട് ഉപയോഗിച്ചേക്കുന്നത് നമുക്ക് സിനിമ കണ്ടു ആർട്ടും വെക്സ്. ഈ സിനിമ കണ്ട് വല്ലവരും പറഞ്ഞു തരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഓരോരുത്തർ പറഞ്ഞ പോസ്റ്റ് കണ്ട അവർ തൂങ്ങി കിടക്കുന്ന മരം ഉണ്ടാക്കിയതാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോയി. പല പല സീൻസ് ഈ ഉണ്ടാക്കിക്കുന്ന ആ കൊക്ക ഫുള്ള് ആർട്ടാണ്. ഇത് തോന്നിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിനാണ് ഏറ്റവും വലിയൊരു സംഭവം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമ്മൾ ആർട്ട് എക്സലന്റ് ഒരു അടിപൊളി പങ്ക് വഹിച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. പിന്നെ സുഷിൻ ഞാൻ പറഞ്ഞ കണക്ക് ഇൻട്രസ്റ്റിലെ ഗതി മാറ്റാൻ പറ്റുന്നൊരു സിനിമയല്ല, നല്ലൊരു സിനിമയാണ്. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല. ഇൻട്രസ്റ്റിൽ RRR, KGF, ബാഹുബലി സിനിമകളൊക്കെയാണ് അതിന്റെ ഒരു പേസ് തന്നെ മറ്റുള്ളത്. പക്ഷെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമയുണ്ട്. ഇത് വേണ്ട ഗതി മാറ്റിയാൽ എന്ത്? ഇതിപ്പോ വേറെ ലാംഗ്വേജിലൊക്കെ ഇറങ്ങി എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വേറെ ലാംഗ്വേജ് ഇറങ്ങിയ മിക്ക സിനിമ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത്ര ഒരു ക്രൗഡിനെ പുള്ളിയുള്ള സിനിമ വേറെ ലാംഗ്വേജില് ഇതുപോലെ ആൾക്കാരെ ഒന്നൊരു പടത്തിന് കൈയടിക്കണമെങ്കിൽ ഇവിടെ 2 സാധനം വേണം. ഒന്നൊരു സൂപ്പർ സ്റ്റാർ വേണം, അവിടെ ഒരു മാസ് പടം വേണം. ഇൻഡസ്ട്രിയുടെ ഗെയിം ചേഞ്ചർ എല്ലാ ആൾക്കാർക്കും അത് അക്സെപ്റ്റബിൾ ആയിരിക്കാം. ഈ സിനിമ നോർമലി പോകുന്ന പറഞ്ഞാൽ നമ്മൾ കുറെ കൊറിയൻ സീരീസ് നമ്മൾ കേട്ട് ഫോണിൽ നിന്ന് കാണത്തില്ല. അതേപോലെ ആയിരിക്കും ബാക്കി ആൾക്കാർ ഈ സിനിമയെ കാണുന്നത്, നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ. അതേപോലെ ഗെയിം ചേഞ്ചർ ആവുള്ള സിനിമ അല്ല, മലയാള ഇൻഡസ്ട്രിയുടെ തലതിരിച്ച് വെക്കാനുള്ള സിനിമ നല്ലത് ആയിട്ടില്ല. സംഭവം അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായില്ലേ? അത്ര വലിയൊരു സിനിമ അല്ലത്. എനിക്ക് തോന്നി ഇത് എന്തായാലും ഇത് എല്ലാ ഭാഷയിലും ആൾക്കാർ കണ്ടിട്ട് നമ്മളെ സ്ക്വിഡ് ഗെയിം ഒക്കെ ഇവിടെ സജസ്റ്റ് ചെയ്ത് കണ്ടില്ലേ, അതേപോലെ എല്ലാരും കാണും സാധനം സജസ്റ്റ് ചെയ്ത്. ദീപന്മാർ ഉദ്ദേശിക്കുന്ന കളക്ഷൻ കൊണ്ട് മലയാള സിനിമയുടെ ഗതി മാറ്റും. അതാണ് ഈ KGF പോലെ സിനിമയാണ് ലോകം ഇവിടെ വെച്ചാൽ കന്നഡ ഫിലിം അല്ല കന്നഡ തെലുങ്ക ആ ഇൻഡസ്ട്രി തന്നെ അറിയിപ്പിച്ചത്. അതുപോലെ മഞ്ഞുമൽ ബോയ്സിന് അത് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അത് കളക്ഷൻ വൈസ്. ഇതറിയും ഒരു സൂപ്പർ സ്റ്റാർ ഇല്ലാത്ത പടമാണ്, പിള്ളേരെ പടമാണ്. ടെക്നിക്കലി ഇത്ര ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു പടം വരിക എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സംഭവമാണ്. ഇനിയും അപ്പൊ മലയാളത്തില് ആൾക്കാർ ഇങ്ങനത്തെ പടം എടുക്കാൻ ഇങ്ങനത്തെ ജോണറിൽ പരീക്ഷിക്കാൻ ചാൻസ് ഉള്ളൊരു പടമാണ്. ഇങ്ങനെയും ചെയ്യാന്നുള്ളത് ആൾക്കാർ തന്നെ വിചാരിക്കും ഇത് എങ്ങനെയെന്നുള്ളൊരു സത്യം. ഇതിന്റെ ബിഹൈൻഡ് സീൻസ് ഒക്കെ കാണാനായിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരിക്കും, മേക്കിംഗ് വീഡിയോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ മഞ്ഞുമൽ ബോയ്സ് എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം. അപ്പോഴത്തേക്കിനും ബൈ. എല്ലാം പറഞ്ഞു ഇനി പറയാനില്ല. പിന്നെ ഇനി പറയാനുള്ളേ ഇനിയൊന്നുമില്ല. തങ്കമണിക്ക് കാണാം. ഇവന്മാരൊന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല, ചുമ്മാ റിവ്യൂ ഒക്കെ ഇട്ടിട്ട്.